കൂളംസ് ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ചാർജ് എടുത്തു, Q1 Q2 എന്ന 2 ചാർജ് എടുത്തു. 2 ചാർജുകളുടെ ഇടയിൽ r ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കരുതുക. എങ്കിൽ ഈ 2 ചാർജുകളുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുമ്പോഴേക്കും അത് പ്രൊപ്പോർഷണൽ ടു ഈ ചാർജുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനം കൂടിയാൽ മറ്റേത് കൂടി. ഇപ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് എറിയാണെന്ന് കരുതുക. ഞാനെടുത്ത് കല്ലെടുത്ത് എറിയുമ്പോഴേക്കും ഞാൻ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് കൂടുതൽ ദൂരെ പോകും, അല്ലേ? അല്ലെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദൂരെയായിരിക്കും പോകുന്നത്. അപ്പം എനിക്ക് പറയാം, ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷണലാണ് ആ കല്ല് പോകുന്ന ദൂരം, അല്ലേ? ഫോഴ്സ് കൂടിയാൽ ദൂരം കൂടും, ഫോഴ്സ് കുറഞ്ഞാൽ ദൂരം കുറയും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു Q1 Q2, അതായത് ഈ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂടിയാൽ എന്ത് കൂടും? ഇവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് കൂടും. അതേപോലെ തന്നെ എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ കൂടിയാൽ മറ്റേയാൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും. അതാണ് ഞാൻ 1/, എന്നിട്ടിരിക്കുന്നത്. ഇതാണ് പ്രൊപ്പോർഷണാലിറ്റിയുടെ സൈൻ. ഓക്കെ, ഈക്വൽ ടുവിൻ്റെ സൈൻ നമ്മളിങ്ങനെ ഇടത്തില്ല, അതുപോലെ തന്നെ ഒരു സൈൻ മാത്രമാണ് ഇത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ പറയും r² എന്ന് പറയും. അതായത് ഇവന്മാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസ് കൂടിയാൽ തമ്മിലുള്ള ഫോഴ്സ് കുറയും, അല്ലേ? 2 ആൾക്കാരാണെങ്കിൽ അവർ കൂടുതൽ ദൂരെ പോയി കഴിയുമ്പോഴേക്കും എന്താണ്? അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും, അല്ലേ? അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് കുറയും, അല്ലേ? അതേപോലെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 അല്ലെങ്കിൽ അതേപോലെ തന്നെ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇതിന് നമ്മൾ വേറെ രീതിയിൽ പറയുന്നതാണ് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² എന്നും പറയാറുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മളിങ്ങനെ എഴുതും എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതും. എഫ് പ്രൊപ്പോർഷണൽ ടു ഇത് ആദ്യം എഴുതി, രണ്ടാമതുള്ളത് രണ്ടാമത് എഴുതി. എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ r² എന്ന് എഴുതും. ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പോരാ, നമ്മൾ ഈക്വൽ ടു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കുമ്പോഴേക്കും നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരും, K എന്നൊരു കോൺസ്റ്റൻറ്റിനെ എഴുതും. എന്നിട്ട് എഴുതും ഇതേ സാധനം അതേപോലെ തന്നെ എഴുതും Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതുന്നതാണ് K ഈസ് ഈക്വൽ ടു 1/4πε0 എന്ന് പറഞ്ഞിട്ട് എഴുതും. 1/4πε0 അതാണ് കെയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് അത് എഴുതുമ്പോഴേക്ക് എഫ് ഇസ് ഈക്വൽ ടു 1/4π നിങ്ങൾക്കറിയാം. ε0 എന്ന സാധനമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന് നമ്മൾ പെർമിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. അതെന്താണെന്നൊക്കെ നമുക്ക് പറയാം. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇതാണ് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ. എങ്ങനെയുള്ള ഫോഴ്സിൻ്റെ? Q1 Q2 എന്ന 2 ഫോഴ്സ്, Q1ഉം Q2 എന്ന് 2 ഫോഴ്സ്, 2 ചാർജ്, Q1 Q2 എന്ന് 2 ചാർജ് r ഡിസ്റ്റൻസ് ഇരിക്കുവാണ്. ഓക്കെ, ഞാൻ Q1 ഇവൻ Q2, AB Q2. അപ്പോൾ Q1 Q2 എന്ന 2 ചാർജുകൾ ഒരു r ഡിസ്റ്റൻസ് ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാകും, അല്ലേ? അത് ഒരേപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളാണെങ്കിൽ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതേസമയം ഒരേപോലുള്ള ഫോഴ്സുകളാണെങ്കിൽ എന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. എന്താണെങ്കിലും ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്ന് പറയുന്നത്? Q1ൻ്റെയും Q2ൻ്റെയും മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷനിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് Q എന്ന് പറയുന്നത് ചാർജ് ആണല്ലോ. ചാർജിൻ്റെ യൂണിറ്റ് അറിയാവോ? ചാർജിൻ്റെ യൂണിറ്റ് എന്തുവാ? ഓർമ്മയുണ്ടോ? ചാർജിൻ്റെ യൂണിറ്റ് അറിയാവോ? കൂളമാണ് ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇപ്പോൾ 1 കൂളം അതൊരു ചാർജാണ്, 2 കൂളം അതൊരു ചാർജാണ്, 3 കൂളം ഒരു ചാർജാണ്, അല്ലേ? ഇതിൽ മാഗ്നിറ്റ്യൂഡ് കൂടുക എന്ന് പറയുമ്പോഴേക്ക് ഈ നമ്പർ കൂടുന്നതിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കൂടുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5 കിലോ, 10 കിലോ, 20 കിലോ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു മാസാണ്, അല്ലേ? 10 കിലോ അരി എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം എത്രയും മാസമാണ് നമുക്കറിയാം. അതേപോലെയാണ് 1 കൂളം ചാർജ്, 2 കൂളം ചാർജ്, 3 കുളമ്പ്, 4 കുളമ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതൊരു 2 കൂളം ചാർജും ഇതൊരു 5 കൂളം ചാർജുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ Q1 Q2 വരെ നമുക്ക് എന്ത് എഴുതാം? 2ഉം 5ഉം എഴുതാം, അല്ലേ? ഇതിപ്പം അതിന് വരെ ഒരു 4 കുളമ്പും ഇതൊരു 8 കുളമ്പുമാണെന്ന് വരിക. അപ്പോൾ ഇതിന് വരെ എന്ത് എഴുതും? 4ഉം 8ഉം എഴുതും, അല്ലേ? അപ്പോൾ ഈ 4ഉം 8ഉം ഈ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 4 × 8 എത്രയാണ്? 32 ആണ്. മനസ്സിലായോ? അപ്പം ഈ ചാർജ് കൂടുന്നതനുസരിച്ച് ഈ നമ്പറും കൂടത്തില്ലേ, മറു പ്രോഡക്റ്റും കൂടത്തില്ലേ? അതിനനുസരിച്ച് ആരും കൂടും? ഫോഴ്സും കൂടും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഇവിടെ r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? 2 പേര് 1 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്നതും 2 പേര് 2 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്നതും 2 പേര് 200 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ, അല്ലേ? ദൂരം കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കൂടും, അപ്പോൾ ഫോഴ്സ് കുറയും, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം അവർ 2 ചാർജുകൾ തമ്മിൽ 2 ചാർജുകൾ ഇരിക്കുന്നു. ആ ചാർജുകൾ തമ്മിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാർജിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോളംസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനം എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും.
ഓക്കെ. അപ്പോൾ രണ്ടുപേരുടെ ചാർജിൻ്റെ മാസ് പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, അവരുടെ ഡിസ്റ്റൻസ് ഈ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലുമാണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എഫ് പ്രൊപ്പോർഷണൽ ടു Q1Q2/R² എന്നും. അതിനെ ആ പ്രൊപ്പോർഷനാലിറ്റി ഈ സൈൻ മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്നു? Kനെ കൊണ്ടുവന്നു അല്ലേ? K എന്ന കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നു. ആദ്യം K ഇട്ട് Q1Q2/R² എന്ന് എഴുതി. ആ Kക്ക് വരെ എന്ത് എഴുതി? 1/4πε0 എന്ന് എഴുതി. ഈ 1/4πε0ക്ക് ഒരു വാല്യൂ ഉണ്ട്. വാല്യൂ അറിയാമോ? 1/4πε0യുടെ വാല്യൂ 9 × 10⁻9 എന്നാണ് 1/4πε0യുടെ വാല്യൂ. അതിൽ ε0യുടെ വാല്യൂ ഉണ്ട്. ε0 = 8.85 × 10⁻11 എന്നാണ്. ഓക്കെ, ഇത്രയും സാധനം എഴുതി കഴിഞ്ഞാൽ കുളംസിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി അതൊന്നും എഴുതണ്ട. അതാ ഈ 2 ചാർജിൻ്റെ പടം വരയ്ക്കുക, എന്നിട്ട് ഇത്രയും സാധനം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇതൊരു 3 മാർക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തേ. ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ല. പക്ഷേ അടുത്ത ടോപ്പിക് അറിയണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ ഞാനൊരു +Q ചാർജിനോട് വെച്ചെന്ന് വിചാരിക്കും. +Q ചാർജിനോട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് ഇപ്പം ഈ ഇത്രയൊരു പോർഷനിൽ ഇവിടെ ഇപ്പോൾ ഞാൻ വേറൊരു +Q ചാർജിനെ വെച്ചെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവൻ്റെ എഫക്റ്റ്, ഇവൻ്റെ ഒരു തരത്തിലുള്ള എഫക്റ്റും ഇവനിൽ ബാധിക്കുന്നില്ലെന്ന് കരുതുക. അതായത് ഇവൻ റിപ്പൽ ചെയ്യുന്നില്ല, 2 പോസിറ്റീവ് ചാർജാണല്ലോ. അപ്പോൾ ഇവൻ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതോടെ ഇവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇവനെ റിപ്പൽ ചെയ്ത് തിരിച്ചുവിടാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇവന് കുഴപ്പമൊന്നുമില്ല, ഒരു റിപ്പൽഷനും ബാധിക്കുന്നില്ല. ഇവിടെ കൊണ്ടുവച്ചപ്പോഴും ഒരു കുഴപ്പമില്ല, ഇവിടെ വെച്ചപ്പോഴും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ വെച്ചപ്പോഴേക്കും ഇവൻ പതുക്കെ ഇവനെ റിപ്പൽ ചെയ്യാൻ തുടങ്ങിയെന്ന് കരുതുക. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കാന്തം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാന്തം എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഒരു എന്താ പറയുക ഇരുമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് കരുതുക. ഇങ്ങനെ കൊണ്ടുവരുന്നവരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഡെഫിനറ്റ് പോർഷൻ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ നേരെ ഇവനെ അട്രാക്ട് ചെയ്തെടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ എവിടെ നിന്നാണോ ഇവൻ്റെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നത്, ആ ഒരു പോർഷനെ, ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ചാർജ് എന്ന് വിളിക്കുന്നത്. ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവൻ്റെ എഫക്റ്റ് എത്ര ദൂരം വരെ ഇവൻ്റെ ചുറ്റിനും കിട്ടുന്നുണ്ട്, അവൻ്റെ ഒരു പ്രഭാവം ഇവിടം വരെ കിട്ടുന്നുണ്ട്, അതിനെയാണ് നമുക്ക് എന്ന് വിളിക്കുന്നത് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നത് ആക്ച്വലി ഇങ്ങനെ പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നത്. പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണിക്കും, പുറത്തേക്ക് ഇങ്ങനെ റേഡിയലി പുറത്തേക്ക് പോകുന്നതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാണിക്കും. അതേസമയം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇതൊരു -Q ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്ക് വരുന്നതായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരയ്ക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് തരും. ഒരു +Q ചാർജ്, ഒരു -Q ചാർജ്, ഇങ്ങനെ വന്നിട്ട് അവർ പറയും ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഇതിനെ നമുക്ക് ഡൈപോൾ എന്ന് വിളിക്കും. അതിലേക്ക് നമുക്ക് എത്താം. ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവ് ചാർജിലേക്കുമാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരിക. അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുമ്പോഴേക്കും പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിലാണ് ഇത് അവസാനിക്കുന്നത്. അത് ഓർക്കുക. ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോഴേക്കുമേ ഒരിക്കലും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടരുത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. പോസിറ്റീവ് ചാർജ് മാത്രമാണ് വരുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് വരയ്ക്കണം. നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ പോസിറ്റീവ് ചാർജ് +Q ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വരയ്ക്കണം, പുറത്തേക്ക് വരയ്ക്കണം, പുറത്തേക്ക് വരയ്ക്കണം. അതേസമയം നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നെഗറ്റീവ് ചാർജിന് എന്ത് ചെയ്യണോടാ? അകത്തേക്ക് വരയ്ക്കണം. ചാർജിനകത്തേക്ക് ആരോ മാർക്ക് കാണിക്കണം, അല്ലെങ്കിൽ ചാർജിലേക്ക് ആരോ മാർക്ക് കാണിച്ച് വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, വേറൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിൽ അടുപ്പിച്ച് വരയ്ക്കുമ്പോഴേക്കും ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യരുത്? കൂട്ടിമുട്ടാൻ പാടില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരും. അതൊന്ന് എഴുതിയെടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കേട്ടിട്ടുണ്ടോ? ഇലക്ട്രിക് ഡൈപോൾ കേട്ടില്ല? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു +Q ചാർജിനെയും -Q ചാർജിനെയും, അതിൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 എന്നൊക്കെ പറയത്തില്ലേ? അതാണ് മാഗ്നിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു +1 കൂളം ചാർജിനെയും -1 കൂളം ചാർജിനെയും അടുപ്പിച്ച് വെച്ചെന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു +2 ചാർജിനെയും -2 ചാർജിനെ അടുപ്പിച്ച് വെച്ചെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു +10 ചാർജിനെയും -10 ചാർജിനെയും ഒരു പ്രത്യേക ദൂരത്തിൽ, ഒരു ചെറിയ ദൂരത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചെന്ന് വിചാരിക്കുക.
ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ തമ്മിലുള്ള ദൂരം ഒരു 2L എന്നൊരു ദൂരമാണെന്ന് കരുതുക. 2L ദൂരം, 2L അല്ല 2L ദൂരമാണെന്ന് കരുതുക. എങ്കിൽ ഈ അറേഞ്ച്മെൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ക്ലിയർ ആക്കാം. അതായത് ഈക്വൽ ആയിട്ടുള്ള ചാർജുകൾ കണ്ടോ, ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള ചാർജുകൾ. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 ഇവിടെയും 1 കണ്ടോ, ഇവിടെയും 2 ഇവിടെയും 2 ഇവിടെയും 10 ഇവിടെയും 10. അങ്ങനെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. പക്ഷേ ഇവരുടെ സൈൻ എങ്ങനെയാണ്? ഒരേ സൈനാണോ? അല്ല, ഓപ്പോസിറ്റ് സൈനാണ് അല്ലേ. ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ആൾ എന്താ? നെഗറ്റീവാണ്. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് സൈനുമുള്ള ചാർജുകളെ എങ്ങനെയാണ് പറഞ്ഞത്? ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് സൈനുമുള്ള ചാർജുകളെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ വെച്ചാൽ ആ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ഡൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താവും? രണ്ടെന്നാണ് അർത്ഥം അല്ലേ. ഡൈ എന്ന് പറഞ്ഞാൽ 2, ട്രൈ 3 അങ്ങനെ പറയാം. അപ്പോൾ ഡൈപോൾ ഒരേപോലുള്ള അല്ലെങ്കിൽ 2 പേര് പോളായിട്ടിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കാം. അപ്പോൾ ഒരേ മാഗ്നിറ്റ്യൂഡുള്ള സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് എന്താണ് സൈൻസ് ഓഫ് ചാർജ് അങ്ങനെയുള്ള ആൾക്കാർ ചെറിയൊരു ഡിസ്റ്റൻസ് ഇരുന്ന് കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്നതാണ് അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. എന്താണ്? ഈക്വൽ ആണോ ഇവർ? ഈക്വൽ ആണ് അല്ലേ. ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈക്വൽ എന്താ പറയുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഈക്വൽ ആണ്, പക്ഷേ ഇവർ ഓപ്പോസിറ്റും ആണ്. ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ന് വിളിക്കും ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ഓക്കെ, ആ അറേഞ്ച്മെൻറ്റ് വിളിക്കുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇനി ഇതിൻ്റെ അകത്തെ ഇവന്മാരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കും. ഡൈപോൾ മൊമെൻറ്റ് അത് ഇവന്മാരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇവന്മാരുടെ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കും. ഡൈപോൾ മൊമെൻ്റ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ p വെച്ചിട്ടാണ്. സ്മോൾ p വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇതും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2Lq എന്നാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ വിളിക്കുന്നത്. 2Lq എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള സാധനം തന്നെ. 2L എന്ന് പറഞ്ഞാൽ ഇവന്മാർ തമ്മിലുള്ള ദൂരം, Q എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്മാർ തമ്മിലുള്ള ചാർജ് അല്ലേ. അപ്പോൾ 2Lq എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ +Q ചാർജ്, ഇപ്പോൾ ഞാൻ പറയുന്നു ഇവിടെ ഒരു +9 കൂളമ്പും ഒരു -9 കൂളമ്പ് ചാർജും ഉണ്ടെന്ന് കരുതാം. -9 കൂളമ്പ് ചാർജും ഉണ്ട്. ഇവന്മാരെ ഞാനൊരു 1 മീറ്റർ ദൂരത്തിലാണ് വെച്ചിട്ടുള്ളത് വിചാരിക്കുക. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 2L × Q എന്നാണ് ഇക്വേഷൻ. Q എന്ന് പറഞ്ഞാൽ ചാർജ്. ഇവിടുത്തെ ചാർജ് എത്രയാണ്? 9 അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, ചാർജ് എത്രയാണ്? 9. ഇവന്മാർ തമ്മിലുള്ള ദൂരം 2L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ദൂരമാണ്. അത് എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ 1. അപ്പം P എന്ത് കിട്ടും? P = 9 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ യൂണിറ്റ് ചോദിക്കും. യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും 2L എന്ന് പറഞ്ഞ ഒരു ദൂരമല്ലേ. ദൂരത്തിൻ്റെ SI യൂണിറ്റ് അറിയാമോ? ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. നമ്മൾ സാധാരണ ലെങ്ത്ത് പറയുമ്പോഴേക്കും എന്തൊക്കെ യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്? ലെങ്ത്ത് ദൂരം പറയുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇവിടം വരെ വീട്ടിലേക്ക് എത്ര ദൂരമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്നൊക്കെ പറയാറില്ലേ. അതൊരു ദൂരം പറയുന്നതാണ്. പക്ഷേ നമ്മൾ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത് മീറ്ററിനെയാണ്. മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരുമാതിരിപ്പെട്ട ദൂരമൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ യൂണിറ്റ് വരുമ്പോഴേക്കും ഇവിടുത്തെ യൂണിറ്റ് മീറ്ററാണ്. ഈ ചാർജിൻ്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞാൽ എന്തുമായിരുന്നു? കൂളമ്പാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഇത് കൂളം മീറ്ററാണ് യൂണിറ്റ് വരുന്നത്. കൂളം മീറ്റർ ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൻസർ വരുമ്പോഴേക്കും 9 കൂളം മീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് അറിയുക. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ആണോ? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു +1 ചാർജും ഒരു -2 ചാർജും കൂടെ ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ ഇവരെ നമുക്ക് ഡൈപോൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ല അല്ലേ. പറ്റുമോ? പറ്റില്ല. കാരണം ഇവർ ഈക്വൽ ആണോ? അല്ല. കാരണം ഒരാൾ 2 ഒരാൾ 1 അല്ലേ. ഓപ്പോസിറ്റ് ചാർജ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇവന്മാർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഡൈപോൾ അല്ല. അതേസമയം ഞാനിത് +1ഉം -1 ആണെങ്കിൽ ഇവരെന്താ? ഡൈപോളാണ്. മനസ്സിലായി? അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു സ്വഭാവമാണ് അല്ലേ. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഞാൻ, ഓക്കെ, എൻ്റെ പേര് ചെയ്തു, ശരി, ഞാനാണ്. പക്ഷെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതെന്താ? ഇവന്മാരുടെ പേരാണ് ഇലക്ട്രിക് ഡൈപോൾ, അവന്മാരുടെ ഒരു സ്വഭാവമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ തമ്മിലുള്ള ദൂരവും ഇവന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ചാർജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2L × Q. 2L എന്ന് പറഞ്ഞാൽ ദൂരം, Q എന്ന് പറഞ്ഞാൽ ചാർജ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവന്മാരുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളമ്പ് മീറ്ററാണ്. ഓക്കെ, അതുകൊണ്ട് എഴുതി ഇലക്ട്രിക് ഡൈപോൾ
ഓക്കെ, നോക്കണം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഡൈപോൾ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇവർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ്, അതുകൊണ്ടാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡൈപോളിനെ ജസ്റ്റ് ഒരു തീറ്റ ആംഗിൾ ചരിച്ച് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കണം, ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഡൈപോളിന് മേലെ ഒരു ടോർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും, ഇവൻ്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടും കൂടെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു, കണ്ടല്ലോ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. അതേപോലെ തന്നെ ഡൈപോളും വരച്ചു. ആ ഡൈപോൾ വരച്ചതിന് ശേഷം ഡൈപോൾ തീറ്റ ആംഗിൾ മാർക്ക് ചെയ്തു. ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്, ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നമ്മളെന്താണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരച്ചു. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ് ഇരിക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ ഈ പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലേ? ആ ഫോഴ്സാണ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ ഈ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ആ ഫോഴ്സാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു എന്താണ്? QE ആണ്. അതിൽ Q എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും, E എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡുമാണ്. അപ്പോൾ ഈ ചാർജുകളെല്ലാം കൂടെ ഇവനെ തള്ളി വിടുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ QE എന്നൊരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ E എന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അപ്പോൾ E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ ഇതിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയും ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? F ഈസ് ഈക്വൽ ടു QE ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ടോർക്കാണ്, അല്ലേ? ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്കിൻ്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് വരെ നമ്മൾ എന്തെഴുതി? QE എന്ന് എഴുതി. ഓക്കെ, ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തുകൊണ്ടല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോഴ്സ്. ആ ഫോഴ്സും ആ പോയിൻറ്റും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരമാണ് നമുക്ക് വേണ്ടത്. ഇതിനെയാണ് നമുക്ക് R ആയിട്ട് വേണ്ടത്. പക്ഷേ നമ്മൾ വെറുതെ R എന്ന് എഴുതിയാൽ പോരെ. നമുക്ക് എന്തിൻ്റെ കേസ് വേണമെന്നറിയാം? ഈ L എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നില്ലേ, അതിൻ്റെ ബേസിലാണ് നമുക്ക് R എഴുതേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ശ്രദ്ധിച്ചോണം, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ ഉണ്ടോ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും എടുക്കാൻ അറിയാമല്ലോ. സൈൻ തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണെന്ന്. നമ്മൾ ട്രയാങ്കിൾ എടുത്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ ട്രയാങ്കിളിൽ മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണേ, ശ്രദ്ധിച്ചോണം. ഈ ട്രയാങ്കിളിൽ മാത്രം മാറ്റി വരച്ചു. ഇവിടെയാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന R എന്ന ഡിസ്റ്റൻസ്. ഇതാണ് R, അല്ലേ? എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്താ? ഏടാ ഈ ഡിസ്റ്റൻസ് ഇതെന്താ? അല്ലേ? അല്ലേടാ, നോക്കടാ, ശ്രദ്ധിച്ചേ. ഈ ഡിസ്റ്റൻസിൽ നമ്മൾ L മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് R മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് R ആണെങ്കിൽ ഇത് L ആണ്. ഇത് തീറ്റയല്ലേ? ഇത് തീറ്റയാണെങ്കിലുണ്ടല്ലോ ഈ ആംഗിളും തീറ്റയായിരിക്കും. അതായത് ഈ ട്രയാങ്കിളിനുള്ളിൽ ഈ ആംഗിൾ എന്ത് വരും? തീറ്റ വരും. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് സൈഡ് മാർക്ക് ചെയ്തു. ഒന്ന് R, മറ്റേത് L, ഒരു തീറ്റയും മാർക്ക് ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് അറിയാമോ? റൈറ്റ് ട്രയാങ്കിൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ, അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഇതാണ് നമ്മുടെ തീറ്റ, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്, ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? R അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴേക്കും സൈൻ തീറ്റ സിക്കൽ എന്ത് വരും? R ബൈ L എന്ന് വരും. നമുക്ക് R കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പണിയെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ R ആണ്, അല്ലേ? R ഡിവൈഡഡ് ബൈ L എന്ന് വരും, അല്ലേ? R ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് L വരും. നമുക്ക് R വേണം. അപ്പോൾ R ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? R ഇസ് ഈക്വൽ ടു ഇവനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങോട്ട് കൊണ്ടുവരുമ്പം എന്ത് വരും? L സൈൻ തീറ്റ എന്ന് കിട്ടും, അല്ലേ? R ഇസ് ഈക്വൽ ടു L സൈൻ തീറ്റ എന്ന് കിട്ടി. നമുക്കതല്ലേ വേണ്ടത്? ഈ R പകരം L ഉള്ള ആളായിരുന്നു വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടോർക്കിന് വരെ എന്താണ്? ടോ ഇസ് ഈക്വൽ ടു QE എന്ന ഫോഴ്സിന് വരും QE നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇപ്പോൾ അതേ R ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? R ഇസ് ഈക്വൽ ടു L സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോ ഇസ് ഈക്വൽ ടു QE ഇൻറ്റു L സൈൻ തീറ്റ എന്ന് കിട്ടി. ഇതില്ലേ, ഇത് ആക്ച്വലി നമ്മൾ രണ്ട് പേരിലും ഉണ്ടാകുന്ന ടോർക്കല്ല കണ്ടുപിടിച്ചത്. ഇവനിൽ മാത്രമല്ല കണ്ടുപിടിച്ചത്, ഇവനിലും അതേപോലെ തന്നെ ഇല്ലേ? അപ്പോൾ ഇവനിലെ ആയതുകൊണ്ട് ഞാനിതിനെ ടോ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇവനിലും സെയിം സാധനം തന്നെ, കാരണം ഇവരിയ്ക്കുന്നത് സെയിം ഇലക്ട്രിക് ഫീൽഡിലാണ്, സെയിം ചാർജാണ്, സെയിം തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ടോ 2 സിക്കൽ എങ്ങനെ എഴുതാം? അതും QE ഇൻറ്റു L സൈൻ തീറ്റ തന്നെ ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണ്ട. പോസിറ്റീവ് നെഗറ്റീവിന് പകരമാണ് നമ്മൾ അട്രാക്ഷനും റിപ്പൾഷനും പറയുന്നത്, അതുകൊണ്ട് അതെടുക്കണ്ട. അപ്പോൾ ടോർക്ക് ഒരാളുടെ ടോർക്ക് നമുക്ക് കിട്ടി ടോ 1 ഇസ് ഈക്വൽ ടു QE L സൈൻ തീറ്റ എന്ന് കിട്ടി. രണ്ടാമത്തെ ആളുടെ ടോർക്ക് കിട്ടി എന്ത്? QE ഇസ് ഈക്വൽ ടു ടോ 2 ഇസ് ഈക്വൽ ടു QE ഇൻറ്റു L സൈൻ തീറ്റ. അപ്പോൾ ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരിക്കും? ഒരാൾ ടോ 1 കിട്ടി,
മറ്റേത് ടോ ടു കിട്ടി അല്ലേ, ഇതിനെ നമ്മൾ ടോ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സിമ്പിളിനെ ടി എന്ന് വിളിക്കുന്ന പോലെ ടോ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതിലെയാണ് ടോർക്ക് ടോ 1, ഇതിലെയാണ് ടോർക്ക് ടോ 2. ടോ 1 ടോ 2 കിട്ടി. നമുക്ക് ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണമായിരിക്കും? സിമ്പിൾ പറ, എങ്ങനെ എന്ത് ചെയ്യണമായിരിക്കും? രണ്ടും കൂടെ പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2. എങ്ങനെ എഴുതാം? ടോ 1 എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ഇ ഇൻറ്റു എൽ സൈൻ തീറ്റയാണ്. ടോ 2 എന്താ? അതും ക്യൂ ഇ ഇൻറ്റു എൽ സൈൻ തീറ്റയാണ്. രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 ക്യൂ ഇ ഇൻറ്റു എൽ സൈൻ തീറ്റ എഴുതി കൂടെ അല്ലേ. രണ്ടും കൂടെ ചേർത്ത് 2 ക്യൂ ഇൻറ്റു എൽ സൈൻ തീറ്റ എഴുതി. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ നമ്മൾ തീർന്നു, സംഭവം തീർന്നു. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു എൽ സൈൻ തീറ്റ. ഇവിടെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നു, ശ്രദ്ധിച്ചോണേ. ഞാൻ മേളിൽ എഴുതുവാണേ. ടോ ഇസ് ഈക്വൽ ടു 2 ക്യൂ ഇ ഇൻറ്റു എൽ സൈൻ തീറ്റ അല്ലേ. ഇതിൽ ഞാൻ ഈ 2നെയും ക്യൂവിനെയും എല്ലിനെയും ഒരുമിച്ച് എഴുതുവാണ്. ഓക്കെ, എന്തൊക്കെയാണ്? 2 ക്യൂ എൽ ഇവരെല്ലാം ഒരുമിച്ച് എഴുതുവാണേ. അപ്പോൾ എങ്ങനെ എഴുതുമെന്ന് നോക്കിയേ. 2L Q എന്ന് എഴുതി അല്ലേ. 2നെ എല്ലിനെയും ക്യൂവിനെയും ഇവിടുന്ന് 2 എഴുതി, അവിടെ എഴുതി, എല്ലെടുത്ത് ഇവിടെ എഴുതി, ക്യൂവിനെ എടുത്ത് എഴുതി. ഇപ്പോൾ 2LQ എന്നില്ലേ. പിന്നെ എഴുതുന്നത് ഈ സൈൻ തീറ്റ, ബാക്കിയുള്ള ഈ സൈൻ തീറ്റനെ അങ്ങനെ എഴുതി. ഈ 2LQ എന്തുവാ? ഡൈപോൾ മൊമെൻ്റ് ആണ്, പി ആണ് അല്ലേ. അപ്പോൾ ടോർക്ക് ടോ ഇസ് ഈക്വൽ എങ്ങനെ എഴുതാം? പി. 2LQന് വരും പി എഴുതി, PE സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. ഇതിന് നമ്മൾ വേറെ രീതി എഴുതും, ആ സൈൻ തീറ്റനെ മാറ്റിയിട്ട് പി ക്രോസ് ഇ എന്ന് എഴുതും. അങ്ങനെയാണ് നമുക്ക് ടോർക്ക് കിട്ടുന്നത്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ അല്ലെങ്കിൽ പി ക്രോസ് ഇ എന്ന് എഴുതാൻ പറ്റും. അതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിളായിട്ടാണ് നമ്മൾ ആരെ എടുക്കുന്നത്? നമ്മളിവിടുത്തെ തീറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു PE, അതായതാണ് മെയിൻ ഇക്വേഷൻ. പി ക്രോസ് ഇ അല്ലെങ്കിൽ PE സൈൻ തീറ്റ. അതെങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ടോർക്കിൻ്റെ മെയിൻ ഇക്വേഷൻ എന്താണ്? എഫ് ഇൻറ്റു ആർ ആണ് അല്ലെ. എഫ് ക്രോസ് ആർ ആണ് മെയിൻ ഇക്വേഷൻ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറഞ്ഞാൽ. അതിൽ ആദ്യം നമ്മൾ എഫിന് പകരം QE എന്ന് എഴുതി. അതിൽ QE എന്ന് പറഞ്ഞാൽ ഒരു E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ Q എന്നൊരു ചാർജ് ഇരുന്നാൽ അതിലുണ്ടാകുന്ന ഫോഴ്സാണ് QE. അപ്പോൾ ആദ്യം എഫിന് പകരം Q എന്ന് എഴുതി. അതിന് ശേഷം നമുക്ക് ആരെ കണ്ടുപിടിക്കണമായിരുന്നു? ആറിന് പകരം വേറൊരാളെ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ആറിനെ കൊണ്ടുവരാനായിട്ട് നമ്മളിവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തു. കാരണം ഫോഴ്സ് ഇതാ ഇങ്ങനെ കാണിച്ചു. ആ ഫോഴ്സും പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ട്രയാങ്കിൾ കണ്ടല്ലോ, ഇത്രയും ട്രയാങ്കിളിനെ നമ്മൾ മാറ്റി ഇപ്പുറത്തോട്ട് മാറ്റി വരച്ചു. ഇവിടുത്തെ ഒരു ആംഗിളായിരുന്നു തീറ്റ. അത് തീറ്റയാണെങ്കിൽ ഇത് എന്ത് തന്നെ വരും? തീറ്റ വരും. ഈ ഡിസ്റ്റൻസ് ഇത് കണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് മിഡ് പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ആണ് L. അങ്ങനെ L എഴുതി. ഇവിടെ നിന്ന് നമ്മൾ എന്ത് എഴുതി? സൈൻ തീറ്റ എടുത്തു. സൈൻ തീറ്റ എടുത്തപ്പോഴേക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്തു. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് എതിർവശത്തുള്ള സൈഡ് R, അടുത്തുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് L എടുത്തു. R/L R ഈക്വൽ ടു, ഇവിടുന്ന് R ഈക്വൽ ടു എടുക്കണമെങ്കിൽ എല്ലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തെഴുതി? R ഈക്വൽ ടു L സൈൻ തീറ്റ വന്നു. ഈ ആറിനെ എടുത്ത് നമ്മൾ എവിടെ ഇട്ട് കൊടുത്തത്? ഈ ആറിൽ ഇട്ട് കൊടുത്തു അല്ലേ. എന്നിട്ട് ആറിന് പകരം L സൈൻ തീറ്റ എഴുതി. കണ്ടോ, QE ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ QE ഇൻറ്റു L സൈൻ തീറ്റ അല്ലേ. QE L സൈൻ തീറ്റ എന്ന് എഴുതി. ഇത് ഒരാളിലുണ്ടാകുന്ന ടോർക്കാണ്. രണ്ടാമത്തെ ആളിലുണ്ടാകുന്ന ടോർക്കും അതേ സെയിം സാധനം തന്നെയാണ്. കാരണം ഇവരിയ്ക്കുന്നത് സെയിം ഇലക്ട്രിക് ഫീൽഡിൽ സെയിം തീറ്റയിൽ സെയിം ചാർജ് തന്നെ. അപ്പോൾ ഇവർ രണ്ടും കൂടെ ആഡ് ചെയ്തു. ടോ ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ആഡ് ചെയ്തപ്പോഴേക്കും 2 കൂടെ വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നേരെ റീഅറേഞ്ച് ചെയ്ത് ഇവർ എഴുതി, അങ്ങനെ ചെയ്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഒന്ന് എഴുതി നോക്കി.